നമസ്കാരം, ഞാൻ ജയന്താണ്. ഗുമസ്തൻ ഒരു ത്രില്ലർ മൂവിയാണ് എന്ന് ട്രെയിലറൊക്കെ കണ്ട് മനസ്സിലാക്കി പോയി കണ്ട ഒരു ചിത്രമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒരു ത്രില്ലോടെ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഗുമസ്തൻ എന്ന് പറയുന്ന ചിത്രം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്ത് കൊലയാളിയെ അന്വേഷിച്ച് പോകുന്ന അച്ഛനായി വേഷമിട്ടേക്കുന്നത് നമുക്ക് അങ്ങനെ വളരെ പരിചിതമല്ലാത്ത ഒരു ഫേസ് ആണ്. പക്ഷെ പുള്ളി പല പല പടങ്ങളിലും ഉണ്ട്. എന്നാലും ഒരു നെഗറ്റീവ് റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിലും നെഗറ്റീവ് റോളാണ്. ജെയ്സ് ജോസ് എന്നാണ് പുള്ളിയുടെ പേര്. പലർക്കും കാണുമ്പോൾ മനസ്സിലാവും ആരാണെന്ന്. പല പടങ്ങളിലും പുള്ളിയുണ്ട്. പുള്ളി ഒരു അച്ഛൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിമനോഹരമായി തന്നെ ആദ്യം തൊട്ട് അവസാനം വരെയും പുള്ളി പക്ക മാസ്സായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരു നായകൻ എന്നുള്ളൊരു പദവി എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് കൊടുത്ത ചിത്രമാണ് ഈ ഒരു ചിത്രം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ അസീസ് നെടുവങ്ങാടിൻ്റെയൊക്കെ നല്ല കോമഡി ഒക്കെ ഉണ്ട്. സിറ്റുവേഷൻ കോമഡിയാണ്. ആ ത്രില്ലിങ്ങിൻ്റെ ഇടയിലാണെങ്കിലും നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത്, ഈ ഒരു പടത്തിൽ ബിബിൻ ജോർജ് ആണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നായകനായിട്ട്. നമുക്കൊരു ഫസ്റ്റ് പാർട്ടിൽ പുള്ളിയുടെ പ്രസൻസ് ഇല്ല. നമ്മൾ വിചാരിക്കും പുള്ളി ഇവിടെ പോയി. പക്ഷേ പകുതി തൊട്ടാണ് പുള്ളി വരുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെയും നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രമാകുമ്പോൾ നമുക്കൊന്ന് ക്ഷമ കൊടുത്തിരിക്കാനായിട്ടൊരു പാടാണ്. പക്ഷേ ഈ ഒരു പടത്തിൽ അത് എന്തായാലും അതിൻ്റെ ഡയറക്ടർ എന്തായാലും നോക്കി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും നമുക്ക് അടുത്തതിനി എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഇത് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു പടം ഒത്തിക്കൂടെയൊക്കെ ഒന്ന് ജനശ്രദ്ധ നേടിയനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു നായകൻ്റെയും ഒക്കെ ആയിരിക്കാം. നായകനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജോജു ജോർജിൻ്റെ ജോസഫ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ അതേ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അതേപടി കൊണ്ടുവന്ന് ഒരു അടുത്തൊരു ജോജു ആവാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് കാസ്റ്റിങ്ങിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ എന്തായാലും ഈ ഒരു ചിത്രം കുറച്ചുകൂടി ജനശ്രദ്ധ നേടേണ്ട ഒരു ചിത്രമായിരുന്നു ഗുമസ്തൻ എന്നാണ് പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തോന്നി. അല്ലാതെ ഇതിൽ നെഗറ്റീവായിട്ട് എടുത്തു പറയാനുള്ളത് റേഡിങ്ങിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതെ ഓൾമോസ്റ്റ് ഒരു ചിത്രം നല്ലതാണ്. നല്ലൊരു സോങ് ഒക്കെ ഉണ്ടാകിയ ഒരു സോങ്ങേ ഉള്ളൂ. പക്ഷേ അതൊരു നല്ല സോങ്ങാണ്. എന്തായാലും നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 1.5-2 മണിക്കൂർ നമുക്ക് വേറെ ഒരു ലോകത്തേക്ക് പോകണമെങ്കിൽ എന്തായാലും കയറി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഈ പറയുന്ന ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു ചിത്രം.